ദിങ്കടോക്കി ഒരു കഥ പറയട്ടെ. ഒരപ്പന് ഒരു കൊച്ചുണ്ടായിരുന്നു. ഈ കൊച്ചിന് നായ്ക്കള് വാങ്ങിച്ചെടുക്കുന്ന പോലെ അപ്പനൊരു ആമേനെ വാങ്ങിച്ചു കൊടുത്തിട്ട് നല്ല നൈസാമ. കൊച്ചാണെങ്കിൽ തന്റെ കൂട്ടുകാരനെ പോലെ ഈ ആമേനെ അങ്ങോട്ട് വളർത്തി. ചോറിനുമ്പോഴും കളിക്കുമ്പോഴും ഒക്കെ ഈ ആമേനെ അങ്ങോട്ട് കൊണ്ടുനടന്നു. അങ്ങനെ ഒരു ദിവസം സ്കൂൾ വിട്ടാന്ന് നോക്കിയപ്പോ കൊളക്കരയിലെ ആമ ചത്തിറങ്ങണ കണ്ടു. ഇവനാകെ വിഷമായി. പിന്നെ കളിയില്ല, സംസാരില്ല, തീറ്റ ഒന്നുമില്ല. ഇവന്റെ സങ്കടം കണ്ട് ഇവന്റെ അപ്പനാണെങ്കിൽ വിഷമായി. അപ്പം പറഞ്ഞു ഇവനോട്, എടാ മോനെ, എന്തായാലും ആമ ചത്തു, എന്നാ നമുക്ക് ഇവന്റെ സംസ്കാരം അങ്ങോട്ട് പൊളിയായിട്ട് നടത്തിയാലോ. അപ്പൊ ഇവന് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ആമയെ സംസ്കരിക്കാൻ വേണ്ടി കുഴികുത്തി കല്ലിൽ ആമയുടെ പേരെഴുതി വീട്ടിലെ ആൾക്കാരൊക്കെ ആയിട്ട് കൊളക്കരയിലേക്ക് ഇങ്ങനെ പ്രദക്ഷിണായിട്ട് വരാണ് ആമേനെ സംസ്കരിക്കാൻ. അവിടെ വന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത്, ദേ കിടക്കണ് ആമ ചത്തുണ്ടായില്ലേ, ആമ മരിച്ചുണ്ടായില്ലേ. അവന്റെ ഒറ്റ ഡയലോഗോട് കൂടി കഥ അവസാനിക്കാണ്. അവൻ പറയാണ്, ഇനി ആമനെ കൊന്നിട്ടായാലും വേണ്ടില്ല, അവന്റെ സംസ്കാരം നടത്തിയിട്ടേ ഇനി വേറെ പരിപാടിയുള്ളൂ. കഥ ഇത്രേ ഉള്ളൂ. പക്ഷെ ഈ കഥയുടെ കഥാകൃത്ത് ഈ കഥയ്ക്ക് ശേഷം എഴുതി വെക്കുന്ന ഒരു മനോഹരമായ ഒരു വാക്യമുണ്ട്. അത് ഇപ്രകാരമാണ്: യഥാർത്ഥത്തിൽ നീ അവനെ സ്നേഹിക്കുകയായിരുന്നോ, അതോ അയാളുടെ സാന്നിധ്യം കൊണ്ട് നിനക്കുണ്ടായ സുഖത്തെയാണോ സ്നേഹിച്ചത്? നീ അയാളെ സ്നേഹിക്കുകയായിരുന്നു, അതോ അയാളുടെ സാന്നിധ്യം കൊണ്ട് നിനക്കുണ്ടായ സുഖത്തെയാണോ നീ സ്നേഹിച്ചത്?